നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 413 413. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 43. ശക്തിത്രയസമേതായ മീഡുഷേ അഹങ്കൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ഈ ശ്ലോകത്തിന് വാക്കാർത്ഥം പറഞ്ഞത് 3 ശക്തികളോടുകൂടിയവനും സ്തുത്യനുമായ അഹങ്കാരസ്വരൂപന് നമസ്കാരം. ജ്ഞാനക്രിയാസ്വരൂപനായി കൊണ്ടും വാക്കിൻ്റെ വിഭൂതിയായിരിക്കുന്നവനായി കൊണ്ടും നമസ്കാരം. 3 നമസ്കാരം പറയേണ്ടതില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. വൈകാരികം തൈജസം താമസം, അല്ലെങ്കിൽ സത്വം രജസ് തമസ് എന്ന 3 വിധ ശക്തികളോടുകൂടിയ അഹങ്കാര തത്വത്തിൻ്റെ അധിവസിക്കുന്ന ശ്രീ രുദ്രനായി കൊണ്ട് നമസ്കാരം എന്നാണ്. ജ്ഞാനരൂപേണ ചേതസ്സിലും ക്രിയാരൂപേണ ഇന്ദ്രിയങ്ങളിലും അധിവസിക്കുന്ന ഭഗവാന് നമസ്കാരം. വാഗീന്ദ്രിയത്തിൽ കൂടി വിവിധ ശക്തികളോടുകൂടിയ വാക്കുകളെ പുറപ്പെടുവിക്കുന്ന ഭഗവാന് നമസ്കാരം. വാക്കുകളൊക്കെ ഈശ്വരൻ്റെ വരദാനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 44-ാമത്തെ ശ്ലോകം നോക്കുക. ദർശനം നോ ദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. ഭഗവത് ഭക്തന്മാരാൽ പൂജിക്കപ്പെടുന്ന ദർശനത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ദാനം ചെയ്താലും സ്വഭക്തന്മാർക്കും ഏറ്റവും പ്രിയമായും എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളെ സാധിപ്പിക്കുന്നതുമായും ഇരിക്കുന്ന രൂപത്തെ കാട്ടിത്തന്നാലും. അപ്പോൾ എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരാന്തർഗതമായിട്ടുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ പുറത്തല്ല, ഉള്ളിലാണ്. ആ ഈശ്വരൻ പടിയിറങ്ങിയാൽ ഈ ശരീരം ശവമായി. ഇതറിയാതെ കണ്ട് വിദൂരത്തേക്ക് കാറിലും വണ്ടിയിലും പോയി ഈശ്വരോപാസന ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. ഈ ഭാഗവതം മലയാളം ഭാഷയിൽ പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്താൽ 8 വോള്യമായിട്ട് സംസ്കരിച്ച് തന്നിട്ടുണ്ട് നമ്മൾക്ക്. അതൊന്ന് മറിച്ച് നോക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. അങ്ങയുടെ ഭക്തന്മാർ ഏറ്റവും ആദരിക്കുന്ന നിന്തിരുവടിയുടെ ദർശനത്തെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ദർശനം നൽകണമേ. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നവരുടെ പരമപ്രേമത്തിന് വിഷയമായും സകല ഇന്ദ്രിയങ്ങൾക്കും ഏകകാലത്തിൽ ആനന്ദത്തെ നൽകുന്നതുമായിരിക്കുന്ന അങ്ങയുടെ രൂപത്തെ ഞങ്ങൾക്ക് കാട്ടിത്തരണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും റെസ്റ്റ് എടുക്കുന്നത് ആരില്ല? ആത്മാവിലാണ്. അപ്പോൾ ദിവസേന ബാറ്ററി ചാർജ് ചെയ്യണം. മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം 45. സ്നിഗ്ധപ്രാവൃദ്ഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതാരുചിരാനനം. മൃദു വർഷകാലം, മേഘം ശ്യാമള നിറം,
സകല സൗന്ദര്യത്തിൻ്റെ സംഗ്രഹത്തോട് കൂടിയിട്ടുള്ളതാണ്. സകല സൗന്ദര്യത്തിൻ്റെ സംഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ, അത് സുന്ദരം, നീണ്ടത്, 4 കൈകൾ, വൃത്തമൊത്തതും മനോഹരവുമായ മുഖത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് ദർശനം തരണേ എന്നാണ് അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? വർഷകാലമേഘം പോലെ മൃദുവായും ശ്യാമളമായും ഇരിക്കുന്ന നിറത്തോടും സർവസൗന്ദര്യത്തിൻ്റെ സംഗ്രഹത്തോടും മനോഹരങ്ങളും ആയുധങ്ങളുമായ 4 കൈകളോടും വൃത്തമൊത്തതും ഭക്തജന മനസ്സിന് അപഹരിക്കുന്നതുമായ മുഖത്തോടും കൂടിയതാകുന്നു നിന്തിരുവടിയുടെ സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇനി 46-ാമത്തെ ശ്ലോകം. പത്മകോശപശാലാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുഖപോലാസ്യം സമകർണ വിഭൂഷണം. ഭഗവാനെ പിന്നെയും അംഗപ്രത്യംഗങ്ങളെ പറ്റി വിവരിക്കുകയാണ്. താമരമൊട്ട്, ദളം, കണ്ണ്, പിന്നെയോ സൗന്ദര്യമുള്ള പുരികങ്ങളും നാസികയും ഉള്ളത്, ശോഭനമായ ദന്തത്തോടു കൂടിയത്, ശോഭനമായ കവിൾത്തടമുള്ള മുഖത്തോടു കൂടിയത്, സമങ്ങളായ കർണങ്ങളാകുന്ന വിഭൂഷണത്തോടു കൂടിയിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. താമരദളങ്ങൾ പോലെ നീണ്ടിരിക്കുന്ന നേത്രങ്ങളോടും സൗന്ദര്യമുള്ള പുരികങ്ങളോടും നാസികയോടും ശോഭനമായ ദന്തത്തോടും ശോഭയുള്ള കവിൾത്തടങ്ങളോടു കൂടിയ മുഖത്തോടും സമാകൃതിയിലിരിക്കുന്ന കർണങ്ങളാകുന്ന ഭൂഷണത്തോടും കൂടിയിരിക്കുന്ന അങ്ങയുടെ രൂപം ഞങ്ങൾക്ക് കാട്ടിത്തരയണമേ എന്നായി. 47-ാമത്തെ ശ്ലോകം നോക്കുക. ഞാൻ ഇത് എത്ര ശ്ലോകം ഉണ്ടെന്നാണ് ഒന്ന് നോക്കണത്. അതായത് പിടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മൾ എത്രയായിട്ടേ ഉള്ളൂ? പിന്നെ 46 പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 79 ശ്ലോകങ്ങളാണ് അതിൽ. അപ്പോൾ ഏറെക്കുറെ നമ്മൾ പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി 47-ാമത്തെ ശ്ലോകം പറയണം. പ്രീതി പ്രഹസിതാപാംഗം അളകൈരൂപശോഭിതം ലസത് പങ്കജ കിഞ്ചൽക്കദുക്കുലം മൃഷ്ടകുണ്ഡലം. ഇതാണ് ശ്ലോകം. അപ്പോൾ പറയണു, പ്രീതിയെ സൂചിപ്പിക്കുന്ന മന്ദഹാസസഹിതമായ അപാംഗത്തോടു കൂടിയതും കുറുനിരകളാൽ ഉജ്ജ്വലിക്കുന്നതും വിരിഞ്ഞ താമരയുടെ കേസരം പോലിരിക്കുന്ന വസ്ത്രത്തോടു കൂടിയതും ശോഭയുള്ള കർണാലങ്കരങ്ങളോട് കൂടിയതും ആയിട്ടുള്ള ഭഗവാനെ കാണിച്ചു തരണം, അല്ലെങ്കിൽ ദർശനം തരണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് ഞാൻ പറയുന്നത്. ഭക്തന്മാരെ കുറിച്ചുള്ള പ്രീതിയെ സൂചിപ്പിക്കുന്ന മന്ദഹാസം. ഭക്തന്മാരെ കുറിച്ചിട്ടുള്ള പ്രീതി ആർക്ക്? ഭഗവാന്. ചേർന്നിരിക്കുന്ന കടക്കണ്ണുകളെ കൊണ്ടുള്ള നോട്ടത്തോടു കൂടിയതും കുറുനിരകളാൽ പ്രകാശിക്കുന്നതും താമര കേസരം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയതുമായിരിക്കുന്ന ഭഗവത് സ്വരൂപം കാട്ടിത്തരണം എന്നായി. 48-ാമത്തെ ശ്ലോകം നോക്കുക. സ്ഫുരൽ കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാ പത്മമാലാം മണി ഉത്തം അർദ്ധിമത് ശംഖചക്രഗദാ പത്മമാലാം മണി ഉത്തമാർദ്ധിമത്. അതായത് പ്രകാശമുള്ള കിരീടം, കൈവളകൾ, മുത്തുമാലകൾ, കാൽച്ചിലമ്പുകൾ, അരഞ്ഞാൻ എന്നിവയോടുകൂടിയതും താമരപ്പൂവ്, വനമാല, കസ്തൂരത്നം, ഉത്കൃഷ്ടശോഭയോടുകൂടിയുമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ കാണിച്ചു തരുന്നതായി. അതിൻ്റെ ഭാവാർത്ഥം പറയണത്, ഏറ്റവും തിളങ്ങുന്ന കിരീടം, വലയങ്ങൾ, ഹാരങ്ങൾ, കാൽച്ചിലമ്പുകൾ, അരഞ്ഞാൾ, ശംഖചക്രം, ഗദ, പത്മം, വനമാല, കസ്തൂരരത്നം എന്നിവയാൽ ശോഭസമ്പത്തിയോടുകൂടിയതുമാകുന്നു ഭഗവാന്റെ സ്വരൂപം എന്നായി.
ഇനി ശ്ലോകം 49. സിംഹസ്കന്ധിത്വിഷാഭിഭ്രൽ സൗഭഗഗ്രീവകൗസ്തുഭം ശ്രിയാനപായിന്യ അക്ഷേപ്ത നികർഷാസ്മരോ സോല്ലസത്. എന്താ അർത്ഥം പറയണത്? സിംഹത്തിൻ്റെ കഴുത്ത് പോലെ ഇരിക്കുന്ന കഴുത്തിൻ്റെ കാന്തിയോടുകൂടെ വഹിച്ചിരിക്കുന്ന സുന്ദരമായ കണ്ടത്തിൽ കസ്തവത്തോടു കൂടിയത് വിട്ടുപിരിയാതെ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയാൽ വ്യാപിക്കപ്പെട്ട ഉരകല്ലാകുന്ന മാറിടത്തിൽ ശോഭിക്കുന്ന ഭഗവാനെ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഭഗവാൻ ദർശനം തരണമെന്നായി. അപ്പോൾ സിംഹത്തിൻ്റേതുപോലിരിക്കുന്ന സ്കന്ധങ്ങളുടെ ശോഭയോടുകൂടിയതും അത്യന്തം ഭംഗിയുള്ള കണ്ടത്തിൽ വിളങ്ങുന്ന കസ്തുഭം എന്ന രത്നത്തോടു കൂടിയതും വിട്ടുപിരിയാതെ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയാൽ ശോഭിക്കുന്ന മാറിടത്തിൻ്റെ ശോഭ കൊണ്ട് ഉജ്ജ്വലിക്കുന്നതുമാകുന്നു ഭഗവാന്റെ സ്വരൂപം എന്നായി. 50-ാമത്തെ ശ്ലോകമാണ് ഇനി വരുന്നത്. പൂരരേ ജഗ സംവിഘ്നവലിവൽഗുദളോധരം പ്രതിസംക്രാമയത് വിശ്വം നാഭ്യ ആവർത്തഗംഭീരയാ. എന്താണ്? ശ്വാസോച്ഛ്വാസങ്ങളാൽ ചലിക്കുന്ന വലികളാൽ മനോഹരമായും ഇല പോലെ കൃശമായും ഇരിക്കുന്ന ഉദരത്തോടുകൂടിയതും ചുഴി പോലെ ആഴമുള്ള നാഭിയിൽ കൂടെ ലോകത്തെ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നതോ എന്ന് തോന്നുമാറുമിരിക്കുന്ന ശരീരത്തെ കാണിച്ചു തരണം എന്ന് പറയും. അതിൻ്റെ ഭാവാർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് കൊണ്ടും പുറത്തേക്ക് വിടുന്നത് കൊണ്ടും ഇളകിക്കൊണ്ടിരിക്കുന്ന ത്രിവലികളാൽ, അതായത് വയറിൽ 3 വരകളുണ്ട്, അതിനാണ് 6 പാക്ക് എന്ന് പറയും. നടുവിലത്തെ വരയും കുറുകെ 3 വരയും കൂടി ആയി എത്രയായി? 3 3 6 6 പാക്കായി. അപ്പോൾ പറയണു ആലില പോലെ ഇരിക്കുന്നതുമായി ഉദരത്തോടു കൂടിയതും ഉദരത്തിലുള്ള ലോകത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്ന മാർഗമായ ആഴമേറിയ നാഭിയിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് ലയിപ്പിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നുവോ എന്ന് തോന്നുമാറ് ഇരിക്കുന്നതുമാകുന്നു ഭഗവാന്റെ സ്വരൂപം എന്നായി. 51-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ശ്യാമശ്രോണ്യാധിരോ ജിഷ്ണു ദുഗൂല സ്വർണമേഖലം സമച അർവാംഗ്രിജം ഘോരു നിമ്നജാനുസുദർശനം. എന്താ പറയണത്? ശ്യാമനിറമുള്ള ശ്രോണിയിൽ ഏറ്റവും പ്രകാശിക്കുന്ന പട്ടുവസ്ത്രത്തോടും സ്വർണമേഖലയോടുകൂടിയതും പിന്നെ സമങ്ങളും ചാരുക്കളുമായ പാദങ്ങൾ, കണങ്കാലുകൾ, തുടകൾ ഇവയോടുകൂടിയതും പതിഞ്ഞിരിക്കുന്ന ജാനുക്കളോടുകൂടിയതും ശോഭനമായ ദർശനത്തോടുകൂടിയതും ആകുന്നു എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ശ്യാമള നിറമായ അരക്കെട്ടിൽ പ്രകാശിക്കുന്ന മഞ്ഞപ്പട്ടിന്മീതെയുള്ള സ്വർണ്ണ അരഞ്ഞാണത്തോടുകൂടിയും സമങ്ങളും മനോഹരങ്ങളുമായ പാദങ്ങൾ, കണങ്കാലുകൾ, തുടകൾ എന്നിവയോടും പതിഞ്ഞിരിക്കുന്ന മുട്ടുകളോടും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന കാഴ്ചയോടും കൂടിയിരിക്കുന്ന ശ്രീഹരിരൂപം ഞങ്ങൾക്ക് കാണുമാറാകണം എന്നായി. 52-ാമത്തെ ശ്ലോകം 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. പദാശരൽ പത്മപലാശരോചിഷ നഗദ്യുഭിർനോ അന്തരഘം വിദുന്നത പ്രദർശയ സ്വീയമമാപ്തസാദ്വസം പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം. എന്താണ് പറയണത്? നഖകാന്തികളാൽ ഞങ്ങളുടെ ആന്തരതാപത്തെ നശിപ്പിക്കുന്നതും ശരൽക്കാലത്തിലെ താമ്രതളം പോലെ ശോഭിക്കുന്നതുമായ പാദത്താൽ നിരാകരിക്കപ്പെട്ട ഭയത്തോടുകൂടിയ നിന്തുരുവടിയുടെ സ്ഥാനത്തെ, ഹേ ഗുരുവായുള്ളവനെ, അജ്ഞന്മാർക്കും വഴികാട്ടിക്കൊടുക്കുന്ന ഗുരുവായ നിന്തുരുവടി
കാട്ടിത്തരണമേ. അതായത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പക്ഷപാതവുമില്ല. ആരാണ് ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് ഭഗവാൻ അനുഭവം കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് വരുന്നത്. ചന്ദ്രകിരണം പോലെ ശോഭിക്കുന്ന നഖകാന്തികൾ കൊണ്ട് ഉപാസകന്മാരായ ഞങ്ങളുടെ അന്ധകരണത്തെ ആശ്രയിച്ചിരിക്കുന്ന അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്നതും ശരൽക്കാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ ദളം പോലെ കാന്തിയോടുകൂടിയതുമായ നിന്തുരുവടിയുടെ പാദമാകുന്ന ദീപത്തിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയാൽ ഹേ ഗുരു, അജ്ഞന്മാരായവർക്ക് വഴികാട്ടി കൊടുക്കുന്ന നിന്തുരുവടി തന്നെ ഭക്തന്മാരുടെ സംസാരഭീതിയെ നിശേഷം നശിപ്പിക്കുന്ന ലാവണ്യനിധാനമായ അങ്ങയുടെ സ്വരൂപത്തെ കാട്ടിത്തരണമേ എന്ന് വളരെ ഹാർദവമായ രീതിയിൽ ആണ് അവർ സ്തുതിക്കുന്നത്. 53 ശ്ലോകം ശ്രദ്ധിക്കുക. ഏതത് രൂപം മനുധ്യേയം ആത്മശുദ്ധിം അഭീപ്സതാം യദ്ഭക്തിയോഗോ അഭയദ സ്വധർമ്മമനുതിഷ്ഠതാം. ജീവൻ്റെ ശുദ്ധിയെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ ശുദ്ധിയെ ആഗ്രഹിക്കുന്നവരാൾ ഈ രൂപം നിരന്തരം ധ്യാനിക്കത്തക്കതാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ഭക്തിയോഗം അഭയത്തെ നൽകുന്നതാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്, വാക്കാർത്ഥം കഴിഞ്ഞ് ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ദേഹ ഇന്ദ്രിയാദികളുടെയും ജീവൻ്റെയും പരിശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഇപ്രകാരമിരിക്കുന്ന അങ്ങയുടെ രൂപം നിരന്തരം നമസ്കരിക്കത്തക്കതും ധ്യാനിക്കത്തക്കതുമാകുന്നു. നമസ്കരിക്കുക, ധ്യാനിക്കുക. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരുടെ ധർമ്മമായ സ്തോത്ര നമസ്കാര ധ്യാനാദികളെ ശീലിക്കുന്നത് കൊണ്ട് സംസാരത്തിൽ രണ്ടാമത് പ്രവേശിക്കേണ്ടി വരുമോ എന്നുള്ള ഭീതി നിശേഷം നശിക്കുന്നു എന്ന് പറയണം. അതായത് സംസാര ഭയനാശന ഭഗവാൻ. മനസ്സിലായില്ലേ? 54 ശ്ലോകം. ഭവാൻ ഭക്തിമതാം ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജസ്യാപ്യാഭിമത ഏകാന്തേനാത്മവിദ്ഗതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്, സകല ശരീരികൾക്കും ലഭിപ്പാൻ സാധിക്കാതിരിക്കുന്ന നിന്തുരുവടി ഭഗവാൻ ഭക്തന്മാർക്ക് ലഭിപ്പാൻ യോഗ്യനാകുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനും സമ്മതനും മുഖ്യമായിട്ട് ആത്മാവിനെ അറിഞ്ഞവന് ഗമ്യനുമാകുന്നു. അവൻ്റെ ഒപ്പം പോവും ഭഗവാൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ലഭിപ്പാൻ സാധിക്കാത്തവനാകുന്നുവെങ്കിലും നിന്തിരുവടി ഭക്തന്മാരാൽ പ്രാപ്യനാകുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവരും നിന്തിരുവടിയെ പൂജ്യനായിട്ട് കരുതുന്നു. എല്ലാറ്റിൽ നിന്നും വിരക്തനായിരിക്കുന്ന ഏകാന്ത ഭക്തനായ ആത്മജ്ഞാനിയും നിന്തിരുവടിയെ ആശ്രയിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉത്തമ മധ്യമ അധമ മാർഗത്തിലുള്ളവർക്കൊക്കെ ഭഗവാനെ ഭജിക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഗുണഗണങ്ങളെ ഭഗവാൻ തരുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. 55 ശ്ലോകം. തം ദുരാരാധ്യമാരാധ്യ സദാമഭിദുരാപയാ ഏകാന്ധഭക്ത്യാ കോ വാഞ്ചേത് പാദമൂലം വിനാബഹി. അതായത് സത്തുക്കൾക്കും ലഭിപ്പാൻ സാധിക്കാത്ത പരമഭക്തിയാൽ ആരാധിപ്പാൻ സാധിക്കാത്ത അവനെ ആരാധിച്ചിട്ട് പാദമൂലത്തെ ഒഴിച്ച് അന്യമായതിനെ ആഗ്രഹിക്കും. അതായത് മോക്ഷത്തിൽ കമ്മിയായിട്ട് ഒന്നും ഭഗവാനോട് ചോദിക്കരുത്. മോക്ഷം ചോദിച്ചാൽ മതി, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്, എല്ലാവിധ കാംക്ഷകളെയും വെടിഞ്ഞ് കഷ്ടപ്പെട്ട് ആരാധിക്കേണ്ടുന്ന
ആ കഷ്ടപ്പാടില്ലാണ്ട് ആരാധിച്ചിട്ട് കാര്യമില്ല. സദാചാര തൽപരന്മാർക്ക് കൂടെ ലഭിപ്പാൻ പ്രയാസമുള്ള പരമഭക്തിയോടും കൂടെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് നിന്തിരുവടിയുടെ പാദമൂലത്തെ മാത്രമല്ലാതെ അന്യമായ വിഷയസുഖത്തെ ഏതൊരു പണ്ഡിതൻ ആഗ്രഹിക്കും? വിചാരശീലനാണെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഭക്തിയുടെ പരമപ്രയോജനം നിന്തിരുവടിയെ പ്രാപിക്കുന്നത് മാത്രമാകയാൽ അങ്ങയുടെ ദർശനം മാത്രം ഞങ്ങൾക്ക് നൽകണം. ഇതരമായ കാംക്ഷ യാതൊന്നും ഇല്ല എന്ന് സാരം. അപ്പോൾ പിന്നെ 56-ാമത്തെ ശ്ലോകം നോക്കുക. യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ ന അഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യശൗര്യവിസ്ഫൂർജിത ഭ്രുവാ. ഇതാണ് ശ്ലോകം. അതിന് വീര്യശൗര്യങ്ങളാൽ ചലിപ്പിക്കുന്ന പുരികം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്ന അന്തകൻ യാതൊരുവനിൽ ശരണം പ്രാപിച്ചവനെ അഭിമാനിക്കുന്നില്ല എന്നാണ് സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ. അത് ഭാവാർത്ഥത്തിൽ വരുമ്പോൾ എന്തായി? ഞങ്ങൾ സ്വർഗാദി ലോകങ്ങളെ ആഗ്രഹിക്കുന്നില്ല. അത് 5 സ്റ്റാർ ആണെങ്കിലും 7 സ്റ്റാർ ആണെങ്കിലും ശരി. എന്തുകൊണ്ടെന്നാൽ ആ ലോകങ്ങളെല്ലാം നാശത്തിന് അധീനങ്ങളാകുന്നു. ആ ലോകങ്ങളൊക്കെ നാശത്തിന് അതീതങ്ങളാണ്. നിന്തിരുവടിയെ ആശ്രയിച്ചവർ മാത്രം നാശത്തിൽ നിന്നും മുക്തനാകുന്നു. പ്രഭാവത്തെയും ഉത്സാഹത്തെയും സൂചിപ്പിക്കുന്ന പുരികങ്ങളുടെ ചലനമാത്രത്താൽ ലോകത്തെ എല്ലാം നശിപ്പിക്കുവാൻ സമർത്ഥനാകുന്നുവെങ്കിലും അന്തകൻ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചിരിക്കുന്നവനെ മാത്രം തിരിഞ്ഞു നോക്കുകയില്ല. ഇവൻ എനിക്ക് അധീനമാകുമോ എന്നുള്ള ചിന്ത പോലും അന്തകന് വരില്ല. അതിനാൽ നാശഭീതിയില്ലാത്ത ഭഗവത് പാദമൂലത്തെ തന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയണ്ടേ. വളരെ ഉദാത്തമായ ചിന്താഗതികളാണ് ഇവിടെ പറയുന്നത്. ഇനി ശ്ലോകം 57. ക്ഷണാർദ്ധേനാഭ്യതുലയേന സ്വർഗം ന പുനർഭവം ഭഗവൽ സംഗീസംഗസ്യാമർത്യാനാം കിം ഉദാശിഷാം. അതായത് ഭഗവാനിൽ സംഘമുള്ളവരുടെ സംഘത്തിൻ്റെ ക്ഷണാർദ്ധത്തോടുകൂടിയും സ്വർഗത്തെയോ മോക്ഷത്തെയോ ഞാൻ തുല്യമാക്കുന്നില്ല. മനുഷ്യരുടെ സുഖങ്ങൾ പറയണമോ എന്നാണ് പറഞ്ഞത്. അതായത് മനുഷ്യരുടെ സുഖം കടമകളും കടപ്പാടും കഴിഞ്ഞിട്ട് നിറവേറ്റാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? നിന്തിരുവടിയെ ആശ്രയിച്ചവർക്ക് സംസാരഭീതി ഇല്ലെന്നുള്ള സംഗതി ഇരിക്കട്ടെ, അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസർഗം അല്പസമയം സിദ്ധിക്കുന്നതായാൽ അതിന് തുല്യമല്ല സ്വർഗസുഖവും. സ്വർഗം എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നു വേണ്ട മോക്ഷസുഖവും കൂടെ എന്ന് തന്നെ ഞാൻ ഖണ്ഡിച്ചു പറയുന്നു. അങ്ങനെയിരിക്കെ മനുഷ്യലോക സുഖം അതിന് തുല്യമല്ലെന്ന് പറയണമെന്നില്ലല്ലോ. ഭക്തജനങ്ങളോടുകൂടെ ക്ഷണാർദ്ധമെങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും സംസർഗമുണ്ടാകുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന സ്വൽപ്പമായ ഭക്തി ക്രമത്തിൽ വർദ്ധിച്ച് സംസാരക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുവാൻ സമർത്ഥയായ പരമഭക്തിയായിത്തീരുന്നതാകയാൽ ഭക്തജന സംസർഗം സ്വർഗത്തേക്കാൾ കാക്ഷിക്കത്തക്കതാണെന്ന് സാരം എന്ന് പറഞ്ഞു. ഇനി 58-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക.
അധാനഘാം ഗോഗ്രേസ്തവാ കീർത്തിതീർത്ഥയോ അന്തർബഹിസ്നാന വിധൂതപാപ്മനാം ഭൂതേഷനുക്രോശസുസത്വശീലിനാം സ്യാൽ സംഗമോ അനുഗ്രഹയേഷനസ്ഥവാം. എന്താ പറഞ്ഞത്? അതുകൊണ്ട് പാപങ്ങളെ തീർക്കുന്ന പാദങ്ങളോടുകൂടിയ അങ്ങയുടെ കീർത്തി തീർത്ഥയോ, കീർത്തിയിലും തീർത്ഥത്തിലും അന്തർബഹിസ്നാന വിധു പാപന, അന്തർഭാഗത്തിലും ബഹിർഭാഗത്തിലും സ്നാനം കൊണ്ട് നശിച്ചിരിക്കുന്ന പരമ പാപത്തോടുകൂടിയവരും ഭൂതങ്ങളിൽ അനുക്രോധശ സുസത്വശീലനം ദയായുക്തമായ അന്ധകരണത്തോടും പിന്നെ കൂടിയവരുമായവരുടെ ചേർച്ച ഭവിക്കട്ടെ. ഞങ്ങൾക്ക് ഇത് അങ്ങയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറഞ്ഞത്. സ്മരിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുവാൻ വൈഭവത്തോടുകൂടിയ പാദങ്ങളുള്ള നിന്തിരുവടിയുടെ കീർത്തിയിൽ മനസ്സുകൊണ്ടും പാദസ്പർശനം നിമിത്തമുണ്ടായ തീർത്ഥമായ ഗംഗയിൽ ശരീരം കൊണ്ട് സ്നാനം ചെയ്തുകൊണ്ട് പാപങ്ങൾ മുഴുവനും നശിച്ചിരിക്കയാൽ പ്രാണികാരുണ്യത്താലും സൽസ്വഭാവത്താലും ലോകത്തെ അനുഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ സംസർഗം ഞങ്ങൾക്ക് ലഭിപ്പാനായി നിന്തിരുവടിയുടെ അനുഗ്രഹത്തെ ഞങ്ങളിൽ ഉണ്ടാവണം എന്നായി. എന്നാൽ ഒരു ശ്ലോകം കൂടി ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 59 നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധമാവിശത് യൽഭക്തിയോഗാനുഗൃഹീതമഞ്ജസാ മുനിർവിജഷ്ടേനു തന്ത്രതേ ഗതിം. അപ്പോൾ പറയണു, ഭക്തിയോഗത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് യാതൊരു മനസ്സ് പരിശുദ്ധമായിട്ട് എപ്പോൾ ഭവിക്കുന്നുവോ, ബാഹ്യമായ അർത്ഥത്തിൽ വിഭ്രമത്തോടു കൂടിയവനും തമോരൂപമായ ഗുഹയിൽ പ്രവേശിക്കുന്നതുമായിട്ട് ഭവിക്കുന്നില്ലയോ, അത്ര അല്ലെങ്കിൽ അപ്പോൾ ആ മനനശീലൻ നിന്തിരുവടിയുടെ തത്വത്തെ അഞ്ജസ ശീഘ്രത്തിൽ കാണുന്നു നിശ്ചയം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, നിന്തിരുവടിയുടെ പരമാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ചുള്ള അങ്ങനെ ഒന്നുമില്ല, പരമാർത്ഥ സ്വരൂപമൊക്കെ നിരാകാരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ജ്ഞാനവും ഭക്തിയാൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഭക്തിയോഗത്താൽ യാതൊരുവൻ മനസ്സ് രാഗദ്വേഷങ്ങളിൽ നിന്ന് രാഗാദിദോഷങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടതായും പരിശുദ്ധമായും രജോഗുണത്തിൻ്റെ വ്യാപ്തി നിമിത്തമുണ്ടാകാറുള്ള വിഷയാശയിൽ നിന്ന് നിർമുക്തമായും അതുകൊണ്ട് തന്നെ അജ്ഞാനബഹുളമായിരിക്കുന്ന നീതിയിൽ പ്രവേശിപ്പാൻ അവകാശമില്ലാത്തതായും ഭവിക്കുന്നുവോ, അപ്പോൾ ആ മുനി നിന്തിരുവടിയെ ചിന്തിക്കുന്നതിന് യോഗ്യമായ ആ ചിത്തത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ കാണുന്നു. ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാകുവാൻ ഭഗവത് തത്വം അറിഞ്ഞാൽ പ്രതിഫലിക്കുന്നുവെന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന്